ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് എനർജി ചെക്ക് എടുക്കാം. നമുക്ക് ജസ്റ്റ് ഓവറോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്ന് എന്താ പറയുന്നത് നോക്കാം. ഇന്ന് അവിടെ ഓക്കെ നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് വരുന്നത് നോക്കാം. നമുക്ക് കാർഡ്സ് ഇന്ന് നോക്കാം. സൺ ഉണ്ട്, സെലിബ്രേഷൻ, ഓക്കെ. ഓ, ഒപ്പം ടവറും. ഓക്കെ, ഇതൊരു ലേശം ശരിക്കും പറഞ്ഞാൽ ഒരു ഷേക്കപ്പ് വരാൻ പോകുന്നു എന്നാണ്. ഷേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു തകർച്ച. ശരിക്കും ഞാനത് സണ്ണും 3 ഓഫ് കപ്സും ആദ്യം വന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സന്തോഷമായിട്ടുള്ള ഒരു കാർഡാണ്, ഹാപ്പി കാർഡ്സ് ആണിത്. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് വന്നത് ടവറാണ്. സോ ഇവിടെ ഒരു നിങ്ങളുടെ ഏറ്റവും ക്ലോസ് സർക്കിളിൽ, ഓക്കെ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, പാർട്ട്ണർഷിപ്സ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് റിവീൽ ആവാൻ പോകുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. സൺ, ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളെ ബാക്ക് സ്റ്റാബിങ് ചെയ്ത, ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ പറ്റി എന്തെങ്കിലും ലൈക്ക് നമ്മൾ പറയില്ലേ മോശമായിട്ട് സംസാരിക്കുക, ചിലപ്പോൾ നിങ്ങളെ പറ്റി ബാക്കിൽ എന്തെങ്കിലും സംസാരിക്കുക, പിന്നിൽ നിങ്ങളെ പറ്റി കുറ്റപ്പെടുത്തി പറയുക, അല്ലെങ്കിൽ നിങ്ങളെ ഗോസിപ്പ് ചെയ്തു, അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേ ബി നിങ്ങളെ പറ്റി ആരെങ്കിലും അപവാദം പറയുന്നത്, ഗോസിപ്പ് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതായിരിക്കും. ആരാ പറഞ്ഞത് അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ അറിയുന്നതായിരിക്കാം. അല്ലെങ്കിൽ മേ ബി ഒരു പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്ഷിപ്സിൽ ആരെങ്കിലും, ഫ്രണ്ട് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ചീറ്റ് ചെയ്തത്, അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ശരിക്കും ഒരു ബാക്ക് സ്റ്റാബിങ് നടന്നിട്ടുണ്ട്, നിങ്ങളുടെ പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട്. എനിക്ക് അത് നിങ്ങൾ ഡൗട്ട് ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക്. യെസ്, എല്ലാ കാർഡ്സും വളരെ നെഗറ്റീവാണ് ഇവിടെ. ലൈക്ക് ഓ മൈ ഗോഡ്, വാവ്, യെസ്, ട്രൂത്ത് വരാൻ പോകുന്നു പുറത്ത്. ഓക്കെ, ട്രൂത്ത് പുറത്ത് വരാൻ പോയി. അങ്ങനെ ബാക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കാർഡ്സിൻ്റെ ഒരു സീക്വൻസ് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ചില കാര്യങ്ങൾ, ഓക്കെ, അതും 3 എന്നുള്ള നമ്പറുണ്ട്. തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കും, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യമായിരിക്കും, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ, നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ആരും ആവാം. ഓക്കെ, ആരുടെയോ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു വലിയൊരു ചീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം, ഒരു ബാക്ക് സ്റ്റാബിങ് നിങ്ങൾക്ക് സംഭവിച്ചു കാണാം. അതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയും എന്നാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു ട്രൂത്ത്, സത്യം, ആക്ച്വലി ഏസ് ഓഫ് സോർട്സും സണ്ണും പറയുന്നത് ഒരു ട്രൂത്ത്, ക്ലാരിറ്റി എന്നുള്ള ഒരു കാര്യമാണ്. ക്ലാരിറ്റി വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ബാക്കിലേക്ക് പോകുന്നില്ല, ക്ലാരിഫിക്കേഷൻ ആയിട്ട് എടുക്കാം. ഞാൻ ഇവിടെ ഒരു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായി കാണും ആ സിറ്റുവേഷനെ കുറിച്ച്. നിങ്ങളെ ആരോ ചതിച്ചു, പറ്റിച്ചു, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് ഐ തിങ്ക് അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരുന്ന് കാണാം ഇതുവരെ. സോ അത് റിവീൽ ആവാൻ പോകുന്നു എന്നാണ്. ഓക്കെ, ആ സത്യം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. അത് നിങ്ങളെ നല്ലോണം പിടിച്ചൊന്ന് ഉലച്ചുവിടും. നിങ്ങളത് യെസ് പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ. ഓക്കെ, ബട്ട് എന്നാലും നമ്മൾ പറയില്ലേ, ഒന്ന് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഇളകി പോകുന്നു പറയില്ലേ, ആ രീതിക്കുള്ള ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, അത് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വരാൻ പോകുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ അത് വരും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു വാക്കിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പിടികിട്ടും, അല്ലെ, ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം റിവീൽ ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു സഡൻ മൊമെന്റ് ആയിരിക്കും. ആ സഡൻ മൊമെന്റ് പക്ഷെ നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്സ് തകർക്കാം, റിലേഷൻഷിപ്സ് തകർക്കാം, പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വരാം, നിങ്ങളുടെ വിശ്വാസങ്ങൾ തകർക്കാം. ഓക്കെ, അങ്ങനെ ഒരു ടവർ മൊമെന്റ് ആണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, ആ ടവർ മൊമെന്റ്, പക്ഷേ ഇവിടെ സൺ വന്നതുകൊണ്ട് തന്നെ ഞാനിതിനെ പോസിറ്റീവായിട്ട് കൂടി എടുക്കുന്നു. ട്രൂത്ത് വരുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കണക്കിന് നല്ലതായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ആ ഒരു സത്യം നമ്മൾ റിയലൈസ് ചെയ്യണം എന്നുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് നന്നാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കുന്നുണ്ട് ഞാൻ. നോക്കാം. അതൊരു വല്ലാത്തൊരു ഞാൻ ആദ്യം ഇത് ഹാപ്പി ആയിട്ട് എന്തോ കാണുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം അതിൻ്റെ ഒപ്പം ടവർ വന്നപ്പോൾ പിന്നെ നിവർത്തിയില്ല. ഓക്കെ, സോ സംതിങ് ഈസ് ഗോയിങ് ടു ബി റിവീൽഡ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ എന്തോ ഒരു സത്യം വെളിപ്പെടാൻ പോകുന്നു, നിങ്ങൾക്ക് തെളിഞ്ഞ് മനസ്സിലാവാൻ പോകുന്നു എന്നാണ് കാണുന്നത്.
ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, ഇപ്പം ഞാനത് വലിയ സിറ്റുവേഷൻ ആയിട്ട് ഞാൻ പറയുന്നില്ല. കുറച്ച് പേർക്ക് ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൽ വല്ല തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞ കാര്യമായിരിക്കാം. സോ എന്ത് തരത്തിലും ആവാം, ബട്ട് അത് നിങ്ങളിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്ന വ്യക്തികളെ നമ്മൾ ഒരു അവരുമായിട്ട് അകലും, അങ്ങനത്തെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇവിടെ ക്ലാരിഫിക്കേഷൻ, സോറി, ടവറിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇവിടെ എന്താണ്? ചീറ്റിംഗ്, ഓ മൈ ഗോഡ്, യെസ്, സോറി, ഒരേ കാർഡ്സ് ആണ് വരുന്നത്. നിങ്ങളുടെ എൻ്റെ ആവാൻ പോകുന്നു, പക്ഷെ ഓക്കെ, നിങ്ങളുടെ ചീറ്റിംഗ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഒരു ചീറ്റിംഗ് എനർജി, വളരെ ഹിഡൻ ആയിട്ടൊരു എനർജി, നിങ്ങളറിയാതെ നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ മറച്ച് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, അതിവിടെ റിവീൽ ആവാൻ പോകുന്നു എന്നാണ്. ട്രൂത്ത് റിവീൽ ആവാൻ പോകുന്നു എന്നാണ്. പക്ഷേ ഈ ഒരു സത്യം ഞാൻ പറഞ്ഞ പോലെ, ഓക്കെ, ഈ സത്യം നിങ്ങൾക്ക് എൻഡിങ് കൊണ്ടുവരും, ചില ക്ലോഷർ കൊണ്ടുവരും. ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ച് പോയേക്കാം. ചില കാര്യങ്ങൾ, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു ബന്ധമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഒരു എൻഡിങ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ ആ എൻഡിങ് ഓൾവേസ് വിൽ ബ്രിങ് ന്യൂ ബിഗിനിങ്. അഗൈൻ ഇവിടെ സൺ കാർഡ്. ഓക്കെ, തുടങ്ങിയത് സണ്ണെന്നാണ്, തെളിച്ചം, ക്ലാരിറ്റി. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു സ്റ്റേജ് അവസാനിക്കാൻ പോകുന്നു, അങ്ങനെ എടുത്തോളൂ. നിങ്ങൾ ഈ ഒരു ടെൻഷൻ അടിച്ചിരുന്നത് അത് അവസാനിക്കാൻ പോകുന്നു. മേ ബി ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി, മുന്നിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനം ഒരു സമാധാനമാണ് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് എന്താണെന്നുള്ളൂ ഞാൻ ഒന്ന് എടുക്കട്ടെ, ഫ്യൂച്ചർ കൂടി, കാരണം ഇത് വല്ലാത്തൊരു ഇതാണെന്ന് എനിക്കും അറിയാം. ഓക്കെ, എന്താണ് ഇതിന് ശേഷം എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദിസ്? ഓക്കെ, മജീഷ്യൻ. ഓക്കെ, മുന്നോട്ട് യെസ്, നിങ്ങൾ ബെറ്റർ ആവുന്നതാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തനിച്ച് നിൽക്കാൻ പഠിക്കും. സ്ട്രെങ്ത് കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ എന്തിൽ നിന്നും വിട്ടു മാറാൻ പോവാണ്. ഡെവിൾ എനർജിയാണ് ഇവിടെ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു മാറാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവും. ഇവിടെ നിങ്ങളുടെ പവേഴ്സ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ മജീഷ്യൻ, നിങ്ങളുടെ കയ്യിൽ എല്ലാ പവറും ഉണ്ട്. സോ ഇവിടെ വീണ്ടും നിങ്ങൾ റീബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, വീണ്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ റീബിൽഡ് ചെയ്യാൻ തുടങ്ങും എന്നാണ് കാണുന്നത്. ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഓക്കെ, ഇൻ എ ഡിഫറെൻറ്റ് വേ. നിങ്ങൾ സ്വന്തം നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ്, ഓക്കെ, ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നിങ്ങളുടെ കഴിവ് യൂസ് ചെയ്ത് നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടൊരു വ്യക്തിയായിട്ട് മാറുന്നതാണ് കാണുന്നത്. ബട്ട് അതിനുവേണ്ടി ഈ ഒരു ഷേക്കപ്പ് ഇവിടെ ആവശ്യമാണ് എന്നാണ് കാണുന്നത്. ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കാം. ഇന്ന് എല്ലാവർക്കും ഇതുപോലെ വലിയ കാര്യങ്ങളാവണമെന്നില്ല. ഓക്കെ, പലർക്കും പലതരത്തിലായിരിക്കും. ബട്ട് എനിവേ നിങ്ങളിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി എന്തോ സംഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ഗൈഡൻസ് കൂടി എടുത്തേക്കാം. നാളത്തെ ഡേറ്റ് എന്താ? സോറി, ഇന്നത്തെ ഡേറ്റ് 22 ജൂലൈ. +2 4 സ്റ്റെബിലിറ്റി എന്ന് നേരത്തെ കണ്ടിരുന്നു ഞാൻ. ഓക്കെ, സ്റ്റെബിലിറ്റി വരും അതിന് ശേഷം എന്നാണ്. ഓക്കെ, വീണ്ടും നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, ജൂലൈ 7 എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇവിടെ ആക്ച്വലി എൻ്റെ ഫോണിൽ 7 എനിക്ക് കാണുന്നുണ്ട്. ഗ്രേറ്റ്. പീസ്, ഫൈൻഡ് ഇന്നർ പീസ്. ഓക്കെ, ഞാൻ വായിക്കാം. റൈറ്റ്, എക്സാക്ട്ലി. ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ചാണ് വീണ്ടും അത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, പീസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഫൈൻഡ് ഇന്നർ പീസ് ഇൻ മൊമെന്റ്സ് ഓഫ് സ്റ്റിൽനെസ്. നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ ടെൻഷൻ ആവല്ല വേണ്ടത്, ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകരുത്. അതുകൊണ്ട് നിങ്ങളത് കേട്ടിട്ട് എന്തെങ്കിലും എടുത്തിയാടി നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോണ്ട. നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ മനസ്സിലാക്കൽ അത് നിങ്ങൾക്ക് ഒരു പീസ് കൊണ്ടുവരും, നിങ്ങൾക്കൊരു സമാധാനം കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ വിസ്ഡം കംസ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്തിനാണ് ഇതിങ്ങനെ ഇത്രയും കാലം, അല്ലെങ്കിൽ മേ ബി നമ്മൾ പറയില്ല, ചിലപ്പോൾ കുറേ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ചിലപ്പോൾ പലതും നടക്കുന്നുണ്ടാവും, നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ടാവും. പക്ഷെ അത് എന്തിനായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി സ്വയം ആലോചിക്കുക, മനസ്സിലാക്കുക എന്നുള്ളൊരു അഡ്വൈസാണ്. ജോയ് ഇസ് എ ഡാൻസ് ഓഫ് ദ സോൾ. എൻജോയ് എവറി മൊമെന്റ്. ഓക്കെ, ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു. മേ ബി ഈ ഒരു പീരീഡിന് ശേഷം, ഈ ഒരു ടവർ മൊമെന്റിന് ശേഷം നിങ്ങൾ സ്വയം നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, കാരണം കഴിഞ്ഞു, ആ ഒരു ഫേസ് കഴിഞ്ഞു. ഓക്കെ, ആ ഒരു വിഷമം കഴിഞ്ഞു എന്ന രീതിക്കാണ് വരാൻ പോകുന്നത്. ഇത് ഈ ഒരു ദിവസത്തല്ല. ഐ തിങ്ക് ഞാൻ എടുക്കുമ്പോഴും തന്നെ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് എടുക്കാൻ എനിക്ക് തോന്നിയില്ല. മേ ബി എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഇത് വന്നതായിരിക്കാം. അടുത്ത കുറച്ച് ദിവസത്തെ ഒരു എനർജി ആയിട്ട് ഇത് കണക്കാക്കിക്കോളും. ലൈറ്റ്, നമ്മുടെ ടവർ മൊമെന്റ് ഞാൻ പറഞ്ഞു, സണ്ണിൻ്റെ ഞാൻ പറഞ്ഞു. ലൈറ്റ് ഡിസ്പെൽസ് ഡാർക്ക്നെസ്, കീപ് യുവർ ഇന്നർ ലൈറ്റ് ഷൈനിങ്.
ആ ഇന്നർ ലൈറ്റ് ആ സണ്ണ് നിങ്ങളുടെ ഉള്ളിലാണ് വേണ്ടത്. ഓക്കെ, പുറമെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഡാർക്ക്നെസ്സിന്റെ മേലെ ലൈറ്റ് വരും എന്നാണ് കാണിക്കുന്നത്. സോ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നു. പക്ഷെ അത് മനസ്സിലാക്കുമ്പോൾ അത് അത് നിങ്ങൾക്ക് കൂടുതൽ ഒരു പവർ തരട്ടെ. ഓക്കെ, മേക്ക് ഇറ്റ് ശരിക്കും അതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ആ ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളതിനെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഇന്നർ ലൈറ്റ് നിങ്ങൾ ഒരിക്കലും കെടാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, സംഭവിച്ചു. അത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഘട്ടം, ഒരു കാര്യമായിരുന്നു, ഒരു ലെസൺ ആയിരുന്നു എന്ന് ലെസൺ പഠിക്കുകയായിരുന്നു. യെസ്, അത് തന്നെയാണ്. നിങ്ങൾക്കൊരു ലെസൺ ആണ് വരുന്നത്. ആ ലെസൺ മനസ്സിലാക്കാൻ നമ്മൾ ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ ട്രസ്റ്റ് ചെയ്യരുത്, എന്ത് കാര്യങ്ങളാണ്, അങ്ങനെ പലതും നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതാണ്. ആൻഡ് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് കാണുന്നുണ്ട്. ചെറിഷ് ഫ്രണ്ട്ഷിപ്സ്, ദേ ആർ ദ ഹാർബേഴ്സ് ഓഫ് യുവർ സോൾ. ഓക്കെ, മേ ബി ചിലപ്പോൾ ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത്. പക്ഷേ ഇവിടെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. മേ ബി നിങ്ങളെ ആ ഒരു ടവർ മൊമെന്റ് കഴിയുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതുമായിരിക്കാം. ഓക്കെ, ബട്ട് യെസ്, ഒരല്പം വിഷമത്തിന്റെ ഒരു സമയത്തിൽ കൂടി കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന കുറച്ച് ദിവസത്തിന്റെ കാര്യം നമുക്കെടുക്കാം, ഇന്നത്തെ എന്ന് മാത്രമല്ല. ഓക്കെ, സോ യെസ്, എന്തോ എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ തോന്നി. ഓക്കെ, എനിവേ ഇവിടെ പറയുന്നത് കമ്പാഷൻ, നമ്മളോട് തന്നെ കുറച്ച് കരുണ കാണിക്കുക എന്ന രീതിക്കാണ്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നും പറയുന്നുണ്ട്. ബട്ട് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇങ്ങനെ ചില മൊമെന്റ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അവനവനോട് തന്നെ ഒരല്പം സ്നേഹം, കരുണ ഓക്കെ നിങ്ങൾ കാണിക്കുക. നിങ്ങൾ പീസ്ഫുൾ ആയിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. എന്ത് തന്നെ സംഭവിച്ചാലും അത് നമുക്കൊരു ലെസൺ ആയിട്ട് മാത്രം എടുക്കുക, മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, വട്ട് എവർ ഇസ് ഹാപ്പനിങ്, നിങ്ങളുടെ ഇന്നർ ലൈറ്റ് ഒരിക്കലും കെടില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൂത്ത് റിവീൽ ആവും എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഇതും അത് തന്നെയാണ് പറയുന്നത്, ചില കാര്യങ്ങൾ റിവീൽ ആവുന്നതാണ് പറയുന്നത്. സോ എനിവേ, ബി കെയർഫുൾ, പോസിറ്റീവായിട്ട് ഇരിക്കുക, എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, എന്ത് തന്നെ വന്നാലും അത് നിങ്ങളെ വേദനിപ്പിക്കില്ല. ഐ തിങ്ക് അത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഇത് ഫേസ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോഴാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുള്ളൂ. അതങ്ങനെയാണ്. ഓക്കെ, സോ എനിവേ, എല്ലാവരും ടേക്ക് കെയർ. ഹോപ്പ്ഫുള്ളി ഇത് അധികം പേർക്ക് റെസനേറ്റ് ആവാതിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കണം. ഓക്കെ, പക്ഷെ ഇത് ആർക്കോ കേൾക്കാനുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഓക്കെ, സോ എല്ലാവരും നിങ്ങളുടെ പവർ നിങ്ങൾ മറക്കണ്ട എന്നുള്ളത് കൂടി. ഓക്കെ, ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ലാസ്റ്റ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.